ഭൂമിയിലെ വലിയ നഗരങ്ങളെ നശിപ്പിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ചന്ദ്രനെ ലക്ഷ്യമാക്കി വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ആസ്ട്രോയുടെ 2024 YR4 എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത 4% മാത്രമായിരുന്നു ആദ്യം. പക്ഷെ പുതിയ ചില അവലോകനങ്ങൾ പറയുന്നത് സാധ്യത 30% വരെ ഉയർന്നേക്കാമെന്നാണ്. ചന്ദ്രനിൽ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നം? ചന്ദ്രനിൽ ഇടിച്ചാൽ 1/2 മൈൽ വലിപ്പമുള്ള ഒരു ഗർത്തം അതവിടെ സൃഷ്ടിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇടിച്ചാൽ ചാന്ദ്രധൂളി ഭൂമിയിൽ പതിക്കും. അതായത് കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ ചന്ദ്രനിൽ ഉണ്ടാകുന്ന സ്ഫോടനത്തിൽ ചന്ദ്രനിൽ നിന്ന് ചിന്നിച്ചിതറി വരുന്ന ചാന്ദ്ര കഷ്ണങ്ങൾ ഭൂമിയിൽ പതിക്കും. ആസ്ട്രോയുടെ 2024 YR4 ചന്ദ്രനിൽ ഇടിച്ചാൽ 10,000 ടണ്ണ് അവശിഷ്ടമാണ് ബഹിരാകാശത്തേക്ക് എത്തുക. ഇതിൽ 30% ഭൂമിയുടെ അന്തരീക്ഷത്തെ ഭേദിച്ച് ഭൂമിയിലേക്ക് പതിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നു. അത് മണിക്കൂറിൽ 29,000 മൈൽ വേഗതയിലാണ് ചന്ദ്രനിൽ ഇടിക്കുന്നതെങ്കിൽ ഹിരോഷിമയിൽ ഇട്ട ആറ്റം ബോംബിന്റെ 500 മടങ്ങ് പ്രഹരശേഷി ഉണ്ടാകുമെന്നും 10,000 പാറക്കഷ്ണങ്ങൾ ഉതിർന്നു വീഴുമെന്നും പറയുന്നു. ഇതിൽ 10-30% വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണം വലിച്ചെടുക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ ഭയക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്തെന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ടെലിസ്കോപ്പുകളുടെ കണ്ണുകളിൽ ഇവൻ പിടിതരുന്നില്ല എന്നുള്ളതാണ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് അടുത്ത വർഷം ഫെബ്രുവരിയിൽ അല്പനേരത്തേക്ക് കാണാൻ കിട്ടും. അതായത് ഫെബ്രുവരി 18-നും 26-നും ഇടയിൽ 2 തവണ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കും. അതിനുള്ളിൽ ഇവന്റെ സഞ്ചാരപാത ചന്ദ്രന് നേരെയാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ അപ്പോൾ ചിഹ്നഗ്രഹം വളരെ അകലെയായതിനാൽ അതീവ കൃത്യതയുള്ള ഒരു പ്രവചനം സാധിക്കുകയുമില്ല. അതിനുശേഷം പിന്നെ ഇവനെ കാണാൻ കിട്ടില്ല. പിന്നെ 2028-ൽ മാത്രമേ ഈ ചിഹ്നഗ്രഹം ഭൂമിയിലെ ടെലിസ്കോപ്പുകളുടെ ദൃഷ്ടിയിലേക്ക് വരികയുള്ളൂ. ചന്ദ്രന് നേരെയാണ് വരുന്നതെങ്കിൽ ഇത് ഡിസംബർ 22, 2032 ചന്ദ്രനിൽ പതിക്കുക. പക്ഷെ അപ്പോഴേക്കും പ്രതിരോധ നീക്കങ്ങൾ തുടങ്ങാനുള്ള സമയം ഒരുപക്ഷെ വൈകിയേക്കും. ഇനി ഇതെങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നാസയുടെ ഡാർട്ട് ദൗത്യം എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ വ്യതിചലിപ്പിക്കാനുള്ള ഒരു ദൗത്യമാണ്. ഒന്നിലേറെ ചെറിയ ചെറിയ ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇതിനെ അതിന്റെ ഗതി തിരിച്ചുവിടാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ ഡാർട്ട് ദൗത്യം ആരംഭിക്കുകയാണെങ്കിൽ 2026-ൽ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. 2028-ൽ മാത്രമേ നമുക്ക് ഇവൻ ചന്ദ്രന്റെ നേരെയാണോ വരുന്നത് അല്ലയോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിലെ ഒരു വെല്ലുവിളി. പിന്നെ ഉള്ളത് ആണവായുധം വെച്ച് തകർക്കുക എന്നുള്ളതാണ്. ഇതൊരു ഫൈനൽ പ്ലാൻ ആണ്. വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഇത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ട്രാക്ടർ എന്നുള്ളത് ഒരു പദ്ധതിയാണ്. ആഘാതം ഏൽപ്പിക്കാതെ ഗുരുത്വാകർഷണ മേഖല സൃഷ്ടിച്ച് ചിഹ്നഗ്രഹത്തിന്റെ പാതയിൽ നിന്ന് അതിനെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. ഇതൊക്കെ ആണെങ്കിലും ആസ്ട്രോയുടെ 2024 YR4 ഭൂമിയിൽ ഇടിച്ചേക്കാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അതിന് 32% വരെ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. പക്ഷേ പുതിയ അനുമാനങ്ങൾ പ്രകാരം ഇപ്പോൾ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത 0 ആണ്. അതുകൊണ്ട് ചന്ദ്രനിൽ പതിക്കുമെന്നുള്ള നിഗമനവും ഒരുപക്ഷെ നാളെ മാറിയേക്കാം. ലോകമെമ്പാടുമുള്ള സ്പേസ് ഏജൻസികൾ സംയുക്തമായി തങ്ങൾക്ക് ഈ ചിഹ്നഗ്രഹത്തിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.